السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين الذي بنعمته تتم الصالحات، والصلاة والسلام على أشرف الأنبياء والمرسلين سيدنا وشفيعنا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين والعاقبة للمتقين. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ നവോദയ സാഹിബ്, ഏറ്റവും പ്രിയം നിറഞ്ഞ ഫ്രൈഡേ ക്ലബിൻ്റെ പ്രിയപ്പെട്ട അംഗങ്ങളെ, സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, അള്ളാഹു നമ്മുടെ ഈ ഒത്തുചേരൽ, ഈ മജ്ലിസിനെ സ്വാലിഹായ ഒരു പുണ്യ മജ്ലിസായി സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ഇരിക്കുന്ന ഈ സമയം അറിവിൻ്റെ വഴിയിൽ ചെലവഴിക്കുന്ന സമയമാണ്. അള്ളാഹു നമ്മിൽ നിന്ന് ഈ നിമിഷങ്ങളെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഉമ്മത്ത് മുസ്ലിമ ലോകത്ത് മാതൃകയില്ലാത്ത ഒരു ഉമ്മത്താണ്. മാതൃകയില്ലാത്തത് എന്ന് ഞാൻ പറയുന്നത്, ആ ഉമ്മത്ത് നിർവഹിക്കേണ്ട ദൗത്യം, ആ ഉമ്മത്ത് മുന്നോട്ട് വെക്കുന്ന ആദർശം, ആ തലത്തിൽ ഈ ഉമ്മത്തിന് തുല്യമായി മറ്റൊരു ഉമ്മത്തില്ല എന്ന നിലക്കാണ്. അതേസമയം ഈ ഉമ്മത്ത് ഒരു മാതൃക ഉമ്മത്താണ് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. മറ്റ് സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഉമ്മത്ത് ലോകത്ത് നിർവഹിക്കേണ്ട ഒരു ദൗത്യത്തെ മുൻനിർത്തിക്കൊണ്ട് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ് എന്ന പ്രയോഗം ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മാതൃക എന്ന വാക്കിനെ ഞാൻ രണ്ട് ആംഗിളിലൂടെ ഒന്ന് പറയാൻ ശ്രമിച്ചതാണ്. മുന്നോട്ട് വെക്കുന്ന ആദർശവും ആശയവും കർമ്മപദ്ധതിയും മിഷനും വിഷനുമൊക്കെ വെച്ചാൽ ഈ ഉമ്മത്ത് പോലെ മറ്റൊരു ഉമ്മത്തില്ല. ഈ ഉമ്മത്ത് ലോകത്തിന് മാതൃകയാകേണ്ടുന്ന ഒരു ഉമ്മത്താണ്. ഒരു ഖൈറു ഉമ്മത്ത് എന്ന നിലക്ക് മുസ്ലിം ഉമ്മത്തിനെ വിശുദ്ധ ഖുർആൻ പല പദാവലികൾ കൊണ്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലൊരിടത്ത് വളരെ ശ്രദ്ധേയമായൊരു പ്രയോഗം ഖുർആനിൽ കാണാം. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ, നിങ്ങളുടെ ഈ ഉമ്മത്ത്, ഈ സമുദായം ഇതൊരു ഒറ്റ സമുദായമാണ് എന്നുള്ളതാണ്. ഉമ്മത്തം വാഹിദ, ഒരു ഏക ഉമ്മത്ത് എന്ന പ്രയോഗം പരിശുദ്ധ ഖുർആനിൽ ഈ സമുദായത്തെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഖുർആനിൻ്റെ ഈ ഒരു പ്രയോഗം, ഖുർആൻ ഇത് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ അക്ഷരാർത്ഥത്തിൽ ഈ ഉമ്മത്ത് അങ്ങനെ ആയിരുന്നു. പ്രവാചകൻ അതിനൊന്നുകൂടി വിശദീകരിച്ചിട്ടുണ്ട്. വിശ്വാസികൾ തമ്മിലുള്ള, ആദർശ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കുറിക്കാൻ അൽ മുഅ്മിനൂന ഫീ തവാദ്ദിഹിം വ തറാഹുമിഹിം വ തആതുഫിഹിം കജസദിൻ വാഹിദ്, ഒറ്റ ശരീരം പോലെയാണവർ. പരസ്പരമുള്ള സ്നേഹത്തിലും ആദരവിലും പരസ്പരം പ്രകടിപ്പിക്കേണ്ട കരുണയിലും ഒരു മെയ്യാണവർ, ഒരു ശരീരം പോലെയാണവർ. ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് ക്ഷതം സംഭവിച്ചാൽ, ഇതസ്തകാ മിൻഹു ഉദൂൻ, മുറിഞ്ഞോ പനി ബാധിച്ചോ എന്തെങ്കിലും പ്രയാസം ഒരു അവയവത്തിന് ബാധിച്ചാൽ, തദാ ലഹു സായിറുൽ അജ്സാ, ശരീരത്തിലെ മറ്റ് അവയവങ്ങളും ആ വേദന പങ്കിട്ടെടുക്കും, ആ അവയവത്തോട് ഐക്യപ്പെടും. അങ്ങനെ വേദനയെ പങ്കിട്ടെടുക്കുന്ന ഒരു ശരീരം പോലെയാണ് ഈ ഉമ്മത്ത്. ഒരിക്കൽ പ്രവാചകൻ മുസ്ലിം ഉമ്മത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കുറിക്കാൻ ഒരു കെട്ടിടത്തോട് ഉപമിക്കുന്നുണ്ട്.
ഫശബ്ബക ബൈന അസാബിഹി, അങ്ങനെ പറയുമ്പോൾ പ്രവാചകൻ തൻ്റെ വിരലുകൾ ഇങ്ങനെ കോർത്തു വെച്ചു എന്നാണ്. ഈ ഉമ്മത്ത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. വിരലുകൾ കോർത്തു വെച്ച് ഈ ഉമ്മത്തിൻ്റെ സ്വഭാവം പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഖുർആൻ തന്നെ ഈ ഉമ്മത്തിനെ കുറിച്ച് പറഞ്ഞത് ഇതൊരു ഏക ഉമ്മത്താണ് എന്നുള്ളതാണ്. ഖുർആന്റെ ഈ പ്രയോഗം ഞാൻ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെയായിരുന്നു. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ ഭിന്നതകളില്ല, ആരാധനാപരമായ ഭിന്നതകളില്ല, എല്ലാ തലങ്ങളിലും. കാരണം ഒരു ഏക നേതൃത്വമാണ്, മറ്റൊരു നേതാവിനെ കുറിച്ച് അവർക്ക് ചിന്തയില്ല. ആരാധനാക്രമത്തിലാണെങ്കിലും ഇനി രാഷ്ട്രീയ വിഷയത്തിലാണെങ്കിലും ഒക്കെ അവരുടെ ചിന്തകൾ, അവരുടെ നിലപാടുകളൊക്കെ ഏകീകരിക്കപ്പെട്ട ഒരു ഘട്ടത്തിലാണ് ഖുർആൻ ഇതിങ്ങനെ പറയുന്നത്. ഈ ഉമ്മത്ത് ഒരു ഒറ്റ ഉമ്മത്താണ്. അപ്പോൾ അത് പറയുന്ന ഒരു സമയത്ത് ഈ ഉമ്മത്ത് അങ്ങനെയാണ് അക്ഷരാർത്ഥത്തിൽ. ഞാൻ പറയാൻ ശ്രമിച്ചത് അതാണ്. പക്ഷെ പിന്നീട് പ്രവാചകന്റെ കാലശേഷം ഒരുപക്ഷെ ഖിലാഫത്ത് റാഷിദയുടെ ഒരു അവസാന ഘട്ടം വരുമ്പോൾ മുസ്ലിം സമൂഹത്തിൽ രാഷ്ട്രീയമായ ഭിന്നതകൾ വരും. ഒരുപക്ഷെ ആരാധനാപരമായ ഭിന്നതയേക്കാൾ രാഷ്ട്രീയമായ ഭിന്നിപ്പാണ് ആദ്യം തുടങ്ങുന്നത്. ഖിലാഫത്തിന്റെ അർഹൻ ആരാണ് എന്ന ചോദ്യത്തിൽ അവിടെ നിന്നാണല്ലോ ഷിയ സുന്നി അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയമായ ഭിന്നത ഉടലെടുക്കുന്നു. കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ മദ്ഹബുകളുടെ ഇമാമുകളുടെ കാലം വരുമ്പോൾ ഇജ്തിഹാദിയായ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന്, അവരുടെ വീക്ഷണ വ്യത്യാസങ്ങളെ തുടർന്ന് ആരാധനാ തലങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഉടലെടുക്കുകയാണ്. ആ അഭിപ്രായ വ്യത്യാസങ്ങളും രാഷ്ട്രീയമായ ഭിന്നതകളും ഒരു ഘട്ടത്തിൽ ശക്തി പ്രാപിക്കുകയും മുസ്ലിം സമൂഹത്തെ അതൊരു വല്ലാത്ത ഭിന്നിപ്പിലേക്ക് അത് എത്തിച്ചു. പരസ്പരം പിന്തുടരാത്ത, പരസ്പരം പിൻപറ്റാത്ത, സഹകരിക്കാത്ത, വെള്ളം കടക്കാത്ത അറകളായി ഓരോ വിഭാഗവും മാറുന്ന ഒരു അവസ്ഥ. മുസ്ലിം ലോകം ഷിയാക്കൾ എന്ന പേരിൽ, സുന്നികൾ എന്ന പേരിൽ വിഭജിക്കപ്പെട്ടു. സുന്നികൾ തന്നെ മദ്ഹബുകളുടെ പേരിൽ ഭിന്നിക്കപ്പെട്ടു. വിശ്വാസപരമായി ജാഫരി മദ്ഹബ് എന്ന മദ്ഹബ്, പല മദ്ഹബുകളും, അശ്ശരി മദ്ഹബ്, മാതുരീദി, കർമ്മശാസ്ത്രപരമായി ഹനഫി, ഷാഫികളായി, ഹംബലികളായി, മാലിക്കുകളായി, അങ്ങനെ മദ്ഹബുകളായി സുന്നികൾ തന്നെ മാറുന്ന ഒരു ഘട്ടം വരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. മുസ്ലിം ലോകത്ത് ഒരുപാട് കാര്യങ്ങളിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, രാഷ്ട്രീയമായ വ്യത്യാസമുണ്ട്, ആരാധന കർമാനുഷ്ഠാനങ്ങളിലുമൊക്കെ ശാഖാപരമായ അടിസ്ഥാന വിശ്വാസം എന്ന് ഞാൻ പറയില്ല, അടിസ്ഥാന വ്യതിയാനം എന്ന് ഞാൻ പറയില്ല, ശാഖാപരമായ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. അത് ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ പർവ്വതീകരിക്കപ്പെട്ട് പരസ്പരം പിന്തുടരാൻ കഴിയാത്തൊരു അവസ്ഥ. ഒരുപക്ഷെ നമ്മളിപ്പോൾ മക്കയെക്കുറിച്ച്, ഹറമിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. 1920 വരെ മക്കയിൽ 4 മുസല്ലകൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഹറമിൽ തന്നെ ഷാഫികൾ ഒരു ഇമാമിന്റെ കീഴിൽ വേറെ നിസ്കരിക്കും. ഹനഫി മുസല്ലയുണ്ട്, മാലിക്കി മുസല്ലയുണ്ട്, ഹംബലി മുസല്ലയുണ്ട്. ചരിത്രം പറയുന്നത് 4 ഇമാമുകൾ അവരുടെ മദ്ഹബ് അനുസരിച്ച് ഹറമിൽ നിസ്കരിച്ചു. അബ്ബാസികളുടെ കാലം മുതൽ ഒട്ടോമൻ എംപയർമാരുടെ, ഉസ്മാനികളുടെ കാലത്തും അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 1920 സൗദി ഭരണകൂടം, അൽ മംലക്കത്തുൽ അറബിയത്ത് സഊദിയ എന്ന ഒരു വ്യവസ്ഥാപിത ഭരണകൂടം ഹിജാസിന്റെ അധികാരം ഏറ്റെടുത്തതിന് ശേഷം അവിടുത്തെ പണ്ഡിതന്മാരുമായി കൂടിയാലോചന നടത്തി, മുശാവറ നടത്തി ഈ 4 മുസല്ലകളും ഇല്ലാതാക്കുക. എന്നിട്ട് ഒരൊറ്റ ഇമാമിന്റെ കീഴിൽ. ഒരുപക്ഷെ നമുക്ക് അത്ഭുതം തോന്നും. ഷാഫികളുടെ ഇമാമിന്റെ സ്ഥാനം ഇന്ന് നമ്മൾ കാണുന്ന സംസം വെള്ളത്തിന്റെ അടുത്തായിരുന്നു. ഷാഫികൾക്കൊരു മുസല്ല, അവരുടെ ഒരു പൊസിഷൻ ഉണ്ട്. ഹനഫികൾക്ക് റുക്കുനുൽ യമാനിയുടെ ആ മൂലയിലാണ്. 4 ഇമാമിങ്ങൾ എന്ന് പറഞ്ഞാൽ മദ്ഹബിന്റെ ഇമാമിങ്ങളല്ല, ആ മദ്ഹബിനെ ഫോളോ ചെയ്യുന്ന, പിൽക്കാലത്ത് വന്ന മദ്ഹബിന്റെ ആ ആശയത്തെ പ്രതിദാനം ചെയ്യുന്ന ഇമാമുകൾ, അവരുടെ അനുയായികൾക്ക്, ഷാഫി മദ്ഹബ് ഫോളോ ചെയ്യുന്നവർക്ക് ഷാഫി മദ്ഹബിന്റെ ഇമാമ തന്നെ ഇമാമ് നിൽക്കുന്നത്. മഗ്രിബ് മാത്രം ഒന്നിച്ചൊരു ഇമാമിന്റെ കീഴിൽ നിസ്കരിച്ചു എന്നും കാണാം.
പിന്നീടാണ് അബ്ദുൽ അസീസ് രാജാവിന്റെ കാലത്ത് എന്താണെങ്കിലും സൗദ് ഭരണകൂടം മുസ്ലിം ലോകത്തിന് ചെയ്ത ഒരു വലിയ ഒരു സംഭാവന എന്ന് പറയുന്നത് 20കൾക്ക് മുമ്പ് ഹജ്ജിന് പോയ ആളുകൾക്ക് അറിയാൻ കഴിയും. അവിടെ 4 രൂപത്തിൽ 4 മുസല്ലകൾ ഹറമിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇന്ന് അങ്ങനെ ഇല്ല. ഇന്നിപ്പോ ആർക്കാ ചരിത്രം അറിയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഹറം എന്താണ്? ഏകോപിതമായ രൂപത്തിൽ നമസ്കാരം ഒരൊറ്റ ഇമാമിന്റെ കീഴിൽ. ഇന്നിപ്പോ ഹറം അങ്ങനെയാണ്. പക്ഷെ 920 വരെ അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇതിൽ അതിനെക്കുറിച്ച് പോലും പണ്ഡിതന്മാര് വിശകലനം നടത്തിയിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിൽ സംഘർഷം ഒഴിവാക്കാനാണ് അബ്ബാസികൾ എന്ത് ചെയ്തത്? ഒരു ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ഹനഫികൾ ഷാഫികൾക്കെതിരെ, ഷാഫികൾ ഹനഫികൾക്കെതിരെ. സുബ്ഹാനമൻ ഖലഖൽ അഹ്നാഫ മിൻ നജസിൻ, ഹനഫികളെ നജസിൽ നിന്ന് സൃഷ്ടിച്ചു, ഷാഫികളെ വിശുദ്ധ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഹനഫികൾക്കെതിരെ ഷാഫികൾ രംഗത്ത് വരുന്നു. എന്റെ ഉമ്മത്തിൽ ഒരു ഇബ്ലീസിനേക്കാൾ ദ്രോഹം സൃഷ്ടിക്കുന്ന ഒരുവൻ രംഗത്ത് വരും. ഇസ്മുഹു മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി, അവന്റെ പേരിൽ ഷാഫി എന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഹനഫികൾ പ്രവാചകന്റെ പേരിൽ ഹദീസ് വരെ കെട്ടിച്ചവച്ച് ഇമാം ഷാഫിക്കെതിരെ, ഷാഫികൾക്കെതിരെ രംഗത്ത് വരുന്നു. മദ്ഹബുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഒരു ഘട്ടത്തിൽ അതായിരുന്നു. അന്നാണ് ഈ അബ്ബാസി ഭരണാധികാരികൾ എന്ത് ചെയ്തത്? ഹനഫി ഷാഫിയെ പിൻപറ്റില്ല, ഷാഫി ഹനഫിയെ പിൻപറ്റില്ല. അപ്പൊ സംഘർഷം ഒഴിവാക്കാൻ 4 കൂട്ടർക്ക് എന്ത്? 4 മുസല്ല അനുവദിക്കുക. അപ്പൊ അത് അന്നത്തെ ഒരു കെമിസ്ട്രി വെച്ച് അന്ന് നോക്കിയാൽ ചിലപ്പോൾ അതെന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കാതിരിക്കാൻ വേണ്ടി 4 മുസല്ല അനുവദിച്ചു എന്നുള്ളതാണ്. പക്ഷെ 920 വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒരു പരിവർത്തനം അതിന് ഇതിൽ ഏതാണ് ശരി എന്ന് ചോദിച്ചാൽ നമുക്ക് സത്യത്തിൽ ഏതാണെങ്കിലും ശരി, ഹറമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ആലു സൗദ് ചെയ്ത ഒരു വലിയ സംഭാവന യഥാർത്ഥത്തിൽ ഒരു ഏക ഇമാമിന്റെ കീഴിലേക്ക് ഹറമിലെ നമസ്കാരം കൊണ്ടുവന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നും ഈ ഉമ്മത്തിനെ ബന്ധിപ്പിക്കുന്ന, അവരുടെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും അവർ ഇറക്കി വെക്കുന്ന ഒരു മണ്ണ് എന്ന് പറയുന്നത് വിശുദ്ധ ഹറം തന്നെയാണ്. അഹ്ലുൽ കിബില എന്ന് നമ്മളെക്കുറിച്ച് വിളിക്കപ്പെടുന്നുണ്ട്. അഹ്ലുൽ കിബില, കിബിലയുടെ ആളുകൾ എന്നാണ് അതിന്റെ അർത്ഥം. അഹ്ലുസുന്ന നമ്മൾ പറയാറ്, അഹ്ലുസുന്ന വൽ ജമാ. ഈ അഹ്ലുസുന്ന എന്നത് പ്രവാചകന്റെ ഒരു ടെർമിനോളജി, ഒരു പദാവലി അല്ല. പിൽക്കാലത്ത് മുസ്ലിം സമൂഹത്തിൽ വ്യത്യസ്ത കക്ഷികൾ ഉടലെടുത്തപ്പോൾ പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റുന്ന ആളുകൾ, അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ അൽ മഹ്ദിയീൻ, എന്റെ സുന്നത്തിനെയും സച്ചരിതരായ ഖലീഫമാരുടെ സുന്നത്തുകളെയും നടപടികളെയും നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന പ്രവാചക വചനത്തെ അടിസ്ഥാനപ്പെടുത്തി പിൽക്കാലത്ത് ഉപയോഗിച്ചൊരു പദാവലിയാണ് അഹ്ലുസുന്ന, പ്രവാചക സുന്നത്തിന്റെ അഹ്ലുകാർ. ഇതേപോലെ തന്നെ മുസ്ലിം ലോകത്ത് മുസ്ലിങ്ങളെ കുറിച്ച് അവരുടെ തന്നെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഒരു പദാവലിയാണ് അഹ്ലുൽ കിബില എന്ന് പറയുന്നത്. കാരണം ഈ ഉമ്മത്തിനെ ഏകീകരിക്കുന്ന ഒരു കണ്ണിയാണ് കിബിലയുടെ ആളുകൾ. എന്നിട്ട് അവർ എഴുതി വെച്ചു, കിബിലയുടെ ആളുകളെ കാഫറുകളായി പ്രഖ്യാപിക്കാൻ പാടില്ല. മൻ സ്വല്ല സ്വലാത്തന വസ്തഖ്ബല കിബിലതന വഅകല ദബീഹതന ഫഹുവ മുസ്ലിം. നമ്മുടെ നമസ്കാരം ആര് നിർവഹിക്കുന്നുവോ, നാം നമസ്കരിച്ച രൂപത്തിൽ ആര് നമസ്കരിക്കുന്നുവോ, നമ്മുടെ കിബിലയെ ആര് കിബിലയായി സ്വീകരിക്കുന്നുവോ, നാം അറുത്തതിനെ ആര് ഭക്ഷിക്കുന്നുവോ, നമ്മുടെ ബലിയെ ഭക്ഷിക്കുന്നവൻ ആരാണോ ഫഹുവ മുസ്ലിം, അവൻ മുസ്ലിമാണ്. അള്ളാഹുവിന്റെ സംരക്ഷണം അവനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. വസ്തഖ്ബല കിബിലതന, നമ്മുടെ കിബിലയെ കിബിലയായി സ്വീകരിച്ചവർ. അപ്പോ കിബിലയിലേക്ക് നിന്ന് നമസ്കരിക്കുന്ന ആരൊക്കെയുണ്ടോ അവരെയൊക്കെ ഒന്നായി കാണാനുള്ള ഒരു മനസ്സുണ്ടാകണം എന്ന അർത്ഥത്തിലാണ് ഈ പ്രവാചക ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അഹ്ലുൽ കിബില എന്ന ഒരു പ്രയോഗം തന്നെ പിൽക്കാലത്ത് വരുന്നത്. സത്യത്തിൽ കിബില എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കഅബ എന്ന് പറയുന്നത് ഉമ്മത്ത് മുസ്ലിമയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു 4 ചുവരുകളുള്ള ഒരു കെട്ടിടം മാത്രമല്ല. ഒരുപക്ഷെ കഅബയേക്കാൾ മനോഹരമായ കെട്ടിടങ്ങൾ ലോകത്തുണ്ട്. വലിപ്പം കൊണ്ട്, സൗന്ദര്യം കൊണ്ട്, ചെലവഴിക്കപ്പെട്ട തുകകൾ കൊണ്ട്, പരിപാലനം കൊണ്ട്, ചന്തം കൊണ്ട്, എത്രയോ
മനോഹരമായ നിർമ്മിതികൾ. ഇപ്പൊ താജ്മഹൽ, അങ്ങനെ നമുക്ക് എത്രയോ പറയാൻ കഴിയും. അതിനോടൊന്നും ഭൗതികമായി നോക്കുമ്പോൾ കഅബക്ക് ഒരു താരതമ്യവും ഇല്ല. പക്ഷേ ഒരു ജനതയുടെ വികാരവുമായി, അവരുടെ ജീവിതവുമായി ഇത്രയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന, അവരുടെ ജീവിതവുമായി ഇത്രയേറെ ഇണക്കപ്പെട്ട വേറൊരു മന്ദിരം ലോകത്തില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ആദർശ കേന്ദ്രമാണ്, അവരുടെ ആഗ്രഹങ്ങളുടെ ആസ്ഥാനമാണത്. ലോകത്തെവിടെയായിരിക്കുമ്പോഴും ഒരു മുസ്ലിമിന്റെ നെഞ്ചും മുഖവും 5 നേരം തിരിയുന്നത് ആ വിശുദ്ധ മന്ദിരത്തിന്റെ നേരെയാണ്. അതിൽ സുന്നിയില്ല, ഷിയയില്ല. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അഹ്ലുൽ ഖിബ്ല എന്ന പ്രയോഗത്തിൽ ഷിയാക്കളെ പെടുത്താമോ എന്നൊരു ചർച്ച അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽ അവർ പറയുന്നത്, ഷിയാക്കളിൽ നിന്ന് ഇമാമിങ്ങളെയും സൈദികളെയും അഹ്ലുൽ ഖിബ്ലയായിട്ട് അംഗീകരിക്കണം, റാഫിദുകളെയും ഇസ്മായിലികളെയും അഹ്ലുൽ ഖിബ്ലയിൽ പെടുത്താൻ പാടില്ല. അപ്പൊ നമുക്ക് തോന്നുന്നു ഇതപ്പോ എന്താ ഇത് വ്യത്യാസം? ആ വ്യത്യാസം സംസാരത്തിനിടയിൽ പറയാൻ ശ്രമിക്കാം, മറന്നുപോയില്ലെങ്കിൽ. ഏതായാലും അഹ്ലുൽ ഖിബ്ല എന്ന് പറയുന്നൊരു പ്രയോഗം അന്നുണ്ട്. അതിൽ ആരെയൊക്കെ പെടുത്തണം? അപ്പൊ ഖിബ്ല എന്ന് പറയുന്നത് മുസ്ലിം ലോകത്തെ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ്. ലോകത്തെ ഷിയാക്കളും നമസ്കരിക്കുന്നത് ഈ വിശുദ്ധ മന്ദിരത്തിന്റെ കഅബയുടെ നേരെ തിരിഞ്ഞാണ്. 2025 ഇറാനിൽ നിന്ന് ഹജ്ജിന് പോയ ഹാജിമാരുടെ എണ്ണം 80,000 80,000 ഇറാൻ ഹാജിമാരാണ്. 2026 കണക്ക് എനിക്ക് അറിയില്ല. ഹജ്ജ് അവരുടെ കൂടിയാണ്. ലോക മുസ്ലിങ്ങൾ അവരുടെ സകല അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അവർ ഒന്നിക്കുന്ന ഒരുമയുടെ ഒരു മൈതാനമാണ് യഥാർത്ഥത്തിൽ. അവർ ഒരു ദിവസം ആ വിശുദ്ധ മന്ദിരത്തിന്റെ നേരെ ചുരുങ്ങിയത് 5 നേരം, പിന്നീട് അവർ വീണ്ടും ഐച്ഛികമായ ഇബാദത്തുകൾ നടത്തിയാൽ വീണ്ടും അവരുടെ മുഖം ആ വിശുദ്ധ മന്ദിരത്തിന്റെ നേരെ, ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല മരണത്തിലും. പിന്നിട്ട നൂറ്റാണ്ടുകളിൽ പരലോകം പ്രാപിച്ച പരകോടി മനുഷ്യരെ അവരുടെ അന്ത്യവിശ്രമത്തിനായി അവരുടെ മുഖം തിരിച്ചു വെക്കപ്പെട്ടിരിക്കുന്നത് ഈ വിശുദ്ധ മന്ദിരത്തിന്റെ നേരെയാണ്. നമ്മൾ നമസ്കരിച്ചാൽ മയ്യത്ത് കിടക്കുന്നത് ഖിബല നോക്കിയിട്ടാണ്. ചില ആളുകൾക്ക് അതിൽ തെറ്റ് സംഭവിക്കാറുണ്ട്. പക്ഷെ ഖിബല എന്ന് പറയുന്നത് അതൊരു വൈകാരികമായതുകൊണ്ടാണ്. ബലി അറുക്കുമ്പോൾ പോലും ഖിബലയുടെ നേരെ. ഒരു ജനതയുടെ ജീവിതവുമായി ഇത്രയേറെ വൈകാരികമായി അടുപ്പമുള്ള വേറൊരു മന്ദിരത്തെ നമുക്ക് കാണാൻ കഴിയില്ല. ഈ ഉമ്മത്താകുന്ന ഈ ശരീരം, അതിലെ ഓരോ അംഗങ്ങളും, അവർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാകാം, കർമ്മശാസ്ത്രപരമായ ഭിന്നതകൾ ഉണ്ടാകാം. എല്ലാ വീക്ഷണങ്ങളെയും അഭിപ്രായ വ്യത്യാസങ്ങളെയും അവർ എന്ത് ചെയ്യുന്നു? കഅബയുടെ മണ്ണിൽ, ഹറമിന്റെ മണ്ണിൽ അവർ ഇറക്കി വെക്കുകയാണ്. യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത് മുസ്ലിം ലോകത്തിന്റെ ഒരു വാർഷിക സമ്മേളനമാണ്. ലോക മുസ്ലിങ്ങളുടെ ഒരു വാർഷിക സമ്മേളനമാണ്. അവരുടെ പ്രതിനിധികളാണ് അവിടെ സമ്മേളിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ, നമ്മുടെ മഹല്ലിൽ നിന്ന് ഒരാൾ ഹജ്ജിന് പോയാൽ ആ മഹല്ലിലെ മൊത്തം ആളുകളുടെ സമ്മേളനങ്ങൾ അങ്ങനെയാണല്ലോ, പ്രതിനിധികളാണ്. ലോക മുസ്ലിങ്ങളെ പ്രതിദാനം ചെയ്തുകൊണ്ടാണ് 20ഉം 22നും അല്ലെങ്കിൽ ചിലപ്പോൾ 24 ലക്ഷത്തിനും എടുത്ത ഹാജിമാർ അവിടെ സംഗമിക്കുന്നത്. ആദർശ പിതാവിന്റെ ഗന്ധമുള്ള, ആദർശ പിതാവിന്റെ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന തങ്ങളുടെ തറവാട്ടിൽ അവരെത്തിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ അവർ ഒന്നാണ്. മില്ലത്ത് അബീക്കും ഇബ്രാഹിം, വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബിക്ക് നൽകിയ സ്ഥാനം അതാണല്ലോ, നിങ്ങളുടെ ആദർശ പിതാവ് എന്ന സ്ഥാനമാണ്. ആദർശ പിതാവ്, അങ്ങനെ ഖുർആൻ വിളിച്ചത് ഇബ്രാഹിം നബിയെ കുറിച്ചാണ്. ചരിത്രത്തിലെ പല പ്രവാചകന്മാരെയും പരാമർശിക്കേണ്ടി വരുമ്പോൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹി എന്നാണ് പറയുക. അഹി മൂസ, എൻ്റെ സഹോദരൻ മൂസ. അഹി യൂസഫ്, എൻ്റെ സഹോദരൻ യൂസഫ്. അഹി ഈസ, എൻ്റെ സഹോദരൻ ഈസ പറഞ്ഞ പോലെ, എൻ്റെ സഹോദരൻ സക്കരിയ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രവാചകന്മാരെയൊക്കെ സഹോദരൻ എന്നാണ് പ്രവാചകൻ വിളിക്കുന്നത്. എന്നാൽ ഇബ്രാഹിം നബിയെ പരാമർശിക്കേണ്ടി വരുമ്പോൾ നബി പറയും അബി ഇബ്രാഹിം, എൻ്റെ പിതാവ് ഇബ്രാഹിം. അപ്പൊ വാപ്പാന്ന് വിളിക്കുള്ളൂ. അനബി ദഅവത്തി അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവ് ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണ്. പ്രവാചകന്റെ ഹദീസ്. എൻ്റെ പിതാവ് ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഞാൻ എന്ന് പറഞ്ഞാൽ 4500 വർഷങ്ങൾക്കപ്പുറം വിശുദ്ധ കഅബാലയം നിർമ്മിച്ച് അതിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ തൻ്റെ മകൻ ഇസ്മായിലിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇബ്രാഹിം എന്ന പിതാവ് നടത്തിയൊരു പ്രാർത്ഥനയുണ്ട്. പടച്ചവനെ, എൻ്റെ മോനെ ഇതാ നിന്റെ മന്ദിരത്തിന്റെ അടുത്ത് ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു. എൻ്റെ മോനിൽ നിന്ന് ഉമ്മത്ത മുസ്ലിമത്തല്ല, നിനക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു ആദർശ സമൂഹത്തെ ഈ ലോകത്തിന് നീ നൽകണമേ. എൻ്റെ മോൻ ഇസ്മായിലിന്റെ പരമ്പരയിൽ നിന്ന് ഒരു ആദർശ സൊസൈറ്റി ഈ ലോകത്തിന് നീ കൊടുക്കണമേ. അള്ളാഹുവേ, എൻ്റെ മോന്റെ പരമ്പരയിൽ നിന്ന് റസൂലൻ, ഒരു പ്രവാചകന് കൊടുക്കും, ഒരു ഉമ്മത്ത് മുസ്ലിമേ ലോകത്തിന് എൻ്റെ ഈ മോന്റെ പരമ്പരയിൽ നിന്ന് നീ നൽകണമേ. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, ലോകത്തിന് ദിശ കാണിക്കുന്ന, ലോകത്തെ നയിക്കുന്ന ഒരു പ്രവാചകനെ, ലോകത്തെ മുഴുവൻ നേതൃത്വം നൽകുന്ന ഒരു പ്രവാചകനെ, ഒരു ദൂതനെ നീ എൻ്റെ മോന്റെ പരമ്പരയിൽ നിന്ന് നീ നൽകണമേ എന്ന് ഇബ്രാഹിം നബി നടത്തിയൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് നബി പറയുക, എൻ്റെ പിതാവ് ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഞാൻ. ഇബ്രാഹിം നബി അന്ന് നടത്തിയ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് ഉണ്ട്. ഇസ്ഹാഖ് അലൈഹി സ്വലാമയിലൂടെ ഒരുപാട് പ്രവാചകന്മാർ ആ താവഴി ഇസ്രായേൽ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. പക്ഷെ ഇസ്മായിൽ പരമ്പരയിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് അന്ത്യപ്രവാചകനായിട്ട് വരികയാണ്. അപ്പൊ അതുകൊണ്ടാണ് പ്രവാചകൻ എൻ്റെ പിതാവിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഞാൻ എന്ന് പറയുന്നത്. നബിക്ക് ഒരു കുട്ടി ജനിച്ചു, മൂന്നാമത്തെ ആൺകുട്ടി ജനിച്ചപ്പോ നബി എന്താ പറഞ്ഞെന്നറിയോ? ഉലിത്തു അല്ലൈലത്ത, ഇന്നലെ രാത്രി എനിക്കൊരു കുഞ്ഞ് പിറന്നു. സമ്മയിത്തുഹു ഇസ്മാ അബി ഇബ്രാഹിം, എൻ്റെ മോന് ഞാൻ എൻ്റെ പിതാവിൻ്റെ പേരിട്ടിരിക്കുന്നു ഇബ്രാഹിം. നബിയുടെ മൂന്നാമത്തെ മോന്റെ പേര് ഇബ്രാഹിം എന്നാണ്. ഇബ്രാഹിം എന്ന പേരിടാൻ കാരണം എന്താ? എൻ്റെ വാപ്പാടെ പേര് ഞാൻ അവരിട്ടിരിക്കുന്ന പറയുന്നു. അപ്പോൾ ഇബ്രാഹിം നബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്, ആദർശ ബന്ധം, കുടുംബ ബന്ധവും. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് ഹാഷിം അബ്ദു മനാഫ് കുസയ്യ് പഠിച്ചിട്ടുണ്ടോ? പണ്ട് സമസ്തയുടെ മദ്രസയിൽ പഠിക്കണം. കിനാനത്തുൻ ഹുസൈമത്തും വ മുദിരിക്ക, നബിയുടെ 23 ഉപ്പാപ്പമാരുടെ പേരത്. ലോക ചരിത്രത്തിൽ ഒരാളുടെ ഉപ്പാപ്പമാരുടെ പേര് ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, അങ്ങനെ അങ്ങോട്ട് തുടങ്ങി അബ്ദുൽ മുത്തലിബ്, അബ്ദുള്ള, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വംശപരമ്പര കൂടിയാണ്. ആ 23ാമത്തെ താവഴിയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. നബിയുടെ 22 വല്ലുപ്പന്മാരുടെ പേരുകൾ ചരിത്രം ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രവാചകന്റെ ഹദീസുകൾ ഖുർആനിൽ മാത്രമല്ല, പ്രവാചകൻ നിരന്തരമായി ഇബ്രാഹിം നബിയെ പറ്റി പറയുമ്പോഴൊക്കെ എൻ്റെ വാപ്പ, എൻ്റെ ഉപ്പ, എൻ്റെ പിതാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്താറുണ്ട്. അതിനൊക്കെ പിന്നിൽ ഒരു വലിയ മനഃശാസ്ത്രമുണ്ട്. മുസ്ലിം ഉമ്മത്തിനെ ഏകോപിപ്പിക്കുന്ന ഒരു വലിയ കണ്ണിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ പിതാവിൻ്റെ ചരിത്രമുറങ്ങുന്ന ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന, അയവറക്കപ്പെടുന്ന ഹറമിന്റെ മുറ്റത്തെത്തുമ്പോൾ മുസ്ലിം ഉമ്മത്ത് അവരുടെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും അവർ മാറ്റിവെക്കുകയാണ്. അവർ അവരുടെ പിതാവിന്റെ മണ്ണിലെത്തിയിരിക്കുകയാണ്. ഹജ്ജിന് വേണ്ടി നമ്മൾ ചെല്ലുന്നു. എന്താ അള്ളാഹു പറഞ്ഞ്? ലിയഷ്ഹദു മനാഫിഅ ലഹു, ഉപകാരപ്രദമായ കാഴ്ചകൾ കാണാൻ. മുസ്ലിം ലോകത്ത് ഐക്യത്തിന്റെ ഏറ്റവും വലിയ കാഴ്ച കാണുന്നു എന്നുള്ളതാണ് ഹജ്ജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പലപ്പോഴും ഒരു മേശയ്ക്ക് ചുറ്റുമിരിക്കാൻ സാധിക്കാത്തവർ, സലഫികൾ, ഇഖ്വാനികൾ, ഷിയാക്കൾ, സുന്നികൾ, ഷാഫികൾ, ഹനഫികൾ,
നമുക്കൊന്ന് ഇരിക്കാന്ന് പറഞ്ഞ് തയ്യാറാകാത്തവർ പക്ഷെ ഹറമിൽ ഹജ്ജിൽ അവരൊന്നിക്കുന്നു. അവിടെ അവർ ഒന്നായി മാറുകയാണ്. അവരവിടെ കല്ലെറിയുന്നുണ്ട്. പരസ്പരമുള്ള കല്ലേറല്ല, തങ്ങളുടെ പ്രഖ്യാപിത ശത്രുവിനെതിരെ ഒറ്റക്കെട്ടായി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പിശാചിനെതിരെ അവരൊന്നായി കല്ലെറിയുകയാണ്. പരസ്പരം അറിയാനല്ല അവിടെ ഒളിപ്പിച്ച്. ലോകത്ത് ഒരു കൂട്ടായ്മയിലും ഒരു സമ്മേളനത്തിലും കാണാൻ കഴിയാത്ത അത്ര ഐക്യമാണ് അവിടെ കാണുക. ഈ ഇരിക്കുന്ന നിങ്ങൾ പലരും ഹജ്ജിന് പോയവരോ ഉംറക്കെങ്കിലും പോയിട്ടുള്ളവരാണ്. നമ്മൾ ഹജ്ജ് സീസണിൽ അല്ലെങ്കിൽ ഉംറക്കൊക്കെ പോകുമ്പോൾ ഹറമിൽ കാണുന്ന ഒരു വലിയ അനുഭവം എന്താണെന്നറിയും? അവിടെ ഓരോ നിസ്കാരത്തിന് ശേഷവും അസ്സലാത്തു അലൽ അംവാത്ത്, മരിച്ചവർക്ക് വേണ്ടിയുള്ള നിസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഹറമിലെ ഇമാമിന്റെ ഒരു പ്രഖ്യാപനം വരും. ഹജ്ജിന് വന്നിട്ട് അവിടെ മരിച്ചവർ, അവർക്ക് വേണ്ടിയുള്ള ജനാസ നിസ്കാരമാണ്. ചില സമയത്ത് അസ്സലാത്തു അല തിഫിൽ എന്ന് പറയൂ, എന്ന് പറഞ്ഞാൽ ആ കുട്ടി വയ്യത്തുണ്ടാവും. കുട്ടികൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും പറയുക. അപ്പൊ ഈ മരിച്ച ഹജ്ജിനോ ഉംറക്കോ വന്ന ആളുകളുടെ ബോഡി ഇങ്ങനെ കൊണ്ടുവരും ഹറമിന്റെ ഒരു ഭാഗത്തേക്ക്, ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇമാം എന്ത് ചെയ്യുന്നു? അസ്സലാത്തു അലൽ അംവാത്ത്, മരിച്ചവർക്ക് വേണ്ടി നമസ്കാരം എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ജനാസ നമസ്കരിക്കുകയാണ്. ആ നമസ്കാരത്തിൽ ജനലക്ഷങ്ങൾ അവിടെ കൂടി എല്ലാവരും ആ ഇമാമിന്റെ ആഹ്വാനം കേട്ട് ഉടനെ കൈകെട്ടി നമസ്കരിക്കുകയാണ്. പേരറിയാത്ത, ഊരറിയാത്ത, എവിടെ നിന്ന് വന്നു, ഷാഫിയാണെന്ന് നോക്കാതെ, സുന്നിയാണോന്ന് നോക്കാതെ, ഷിയയാണോന്ന് നോക്കാതെ, ഇങ്ങനൊരു കാഴ്ച അവിടെ കാണാൻ കഴിയും. അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹും വഅഫു അൻഹും, പുറത്തു കൊടുക്കണേ പടച്ചവനെ, ഖബറിടം വിശാലമാക്കി കൊടുക്കണേ പടച്ചവനെ. മഞ്ഞുകട്ടയുടെ ആ തണുപ്പ്, ആ വിശുദ്ധി, അല്ലാഹുവേ ശുദ്ധജലം കൊണ്ട് അഴുക്കിനെ നീക്കുന്നത് പോലെ ഞങ്ങളുടെ സഹോദരങ്ങളുടെ അഴുക്ക്, അവരുടെ പാപങ്ങളെ നീ പുറത്തു കൊടുക്കണമേ എന്നുള്ള ആ ആത്മാർത്ഥമായ ദുആയുണ്ടല്ലോ. അവർ ഒന്നായി പ്രാർത്ഥിക്കണമെന്ന്. ആർക്ക് വേണ്ടി? ആരാണ് മരിച്ചു കിടക്കുന്നത്? ഏത് സംഘടനക്കാരൻ നോക്കുന്നില്ല. അവരുടെ ഇമാമ എഴുന്നേറ്റ് നിന്നിട്ട് മരിച്ച നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള നിസ്കാരം എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റിക്ക. ഞാൻ പല പ്രാവശ്യം അതിൽ പോയിട്ടുണ്ട്. ഞാൻ ഈ ഇറാനിൽ നിന്നുള്ള ഹാജിമാരെ കാണുമ്പോൾ ചിലപ്പോൾ അവരുടെ അടുത്ത് എല്ലാം നോക്കും. അപ്പൊ ഈ ജനാസസിക്കിന്റെ കൂട്ടത്തിൽ അവർ നിൽക്കാം. അത് വല്ലാത്തൊരു കാഴ്ചയാണത്. ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കാൻ കഴിയാത്തവര്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവരവിടെ പിശാചിനെതിരെ കല്ലെറിയുന്നുണ്ട് ഒറ്റ മനസ്സോടെ. പക്ഷെ നാട്ടിൽ വന്നിട്ട് തിരിച്ച് കമ്പാർട്ട്മെന്റ് തിരിഞ്ഞ് കല്ലെറിയുന്നു എന്നുള്ളതാണ്. ഹറമിന്റെ ആത്മാവ് ഉൾക്കൊണ്ടിട്ടില്ല. ഹറമിന്റെ ആത്മാവ് അവർ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ്. പിതാവിന്റെ മണ്ണിൽ ഞങ്ങൾ എന്തിനാണ് പോയത് എന്ന് അവർക്ക് മനസ്സിലാവാതെ പോയിരിക്കുന്നു. നമ്മുടെ ഇപ്പോഴും തർക്കം ഷിയ സുന്നി തർക്കമാണ്. 2007 സൗദി രാജാവിന്റെ, അബ്ദുള്ള രാജാവിന്റെ മുഖ്യ അതിഥിയായി ഹജ്ജിൽ പങ്കെടുത്തത് ഇറാൻ പ്രസിഡന്റ് അഹമ്മദ് നജാദാണ്. അന്ന് ലോകം മുഴുവൻ അത് നമ്മുടെയൊക്കെ മീഡിയയിലടക്കം വന്നിരുന്നു. അഹമ്മദ് നജാദ് ഇഹ്റാമിന്റെ വസ്ത്രമണിയുന്ന തവാഫ് ചെയ്യുന്നത്. അപ്പൊ അത് അന്ന് അബ്ദുള്ള രാജാവിന്റെ ഗസ്റ്റായിട്ടാണ് അദ്ദേഹം വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ 2025 കണക്ക് 20 കോടിയുള്ള ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ നിന്ന് എത്ര പേര് ഹജ്ജിന് പോകുന്നു? അത്രയും എണ്ണമില്ലാത്ത ഇറാനിൽ നിന്ന് 80,000 ഹാജിമാരാണെന്ത്. അവിടെ ഷിയാക്കൾക്ക് വിലക്കില്ലല്ലോ, അവരവിടെ ഹജ്ജിന് വരുന്നു. വിലക്കിയിട്ടുണ്ട്. 1987 ഇറാനികളുടെ, ഞാനതിനെ പറയും ഇറാനികളുടെ കയ്യിലിരിക്കുന്നേ പറയുള്ളൂ. 1987 ഹറമിൽ അവര് പ്രകടനം നടത്തിയപ്പോൾ അത് രാഷ്ട്രീയ കാരണത്താലാണ് അവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. 87 മുതൽ
ഒരു നിശ്ചിത കാലത്ത് ഇറാന് ഹജ്ജ് വിസ അനുവദിച്ചിട്ടില്ല സൗദി ഗവൺമെന്റ്. ഇറാനികൾക്ക് ഇനി ഹജ്ജില്ല, ഹജ്ജ് വിസ അനുവദിച്ചില്ല, സ്റ്റാമ്പ് ചെയ്തില്ല. അതിന്റെ കാരണം 87 ഹറമിൽ ഒരു പ്രകടനം നടത്തി. മൗത്തുൻ അമേരിക്ക, മൗത്തുൻ ഇസ്രായേൽ. കേൾക്കുമ്പോൾ ശരിയാണ്. ഇസ്രായേലിന് മരണം, അമേരിക്കക്ക് മരണം എന്ന ബാനർ ഉയർത്തി ഹറമിന്റെ വീതികളിൽ ഇറാനികൾ പ്രകടനം നടത്തി. അപ്പൊ സൗദി സുരക്ഷാ കൗൺസിൽ പറഞ്ഞിരുന്നു ഹറമിൽ ഇങ്ങനെ പ്രകടനങ്ങൾ നടത്തരുത്. അപ്പൊ ഇറാനികൾ പറയുന്നത് നമ്മൾ ഒന്നിക്കുന്ന ഇടമാണ്, അമേരിക്കക്കെതിരെ നമ്മൾ ഒന്നിക്കണം. ശൈത്താനുൽ അക്ബർ, ഏറ്റവും വലിയ ശൈത്താൻ അവനാണ്, ഇബ്ലീസിന്റെ പുതിയ കാലത്തെ പതിപ്പാണ്. അങ്ങനെ ബാനറിൽ ശൈത്താനുൽ അക്ബർ, അമേരിക്കക്ക് മരണം, ഏറ്റവും വലിയ പിശാചിന് മരണം, ഇസ്രായേലിന് മരണം. 1 കിലോമീറ്ററിനുള്ളിൽ സൗദി പോലീസ് ഈ പ്രകടനം തടുത്തു, കല്ലേറുകൾ ആരംഭിച്ചു, ലാത്തിചാർജ്, വെടിവെപ്പ് നടന്നു. 400 ഇറാനികളാണ് 87 ആ ഹറമിലെ ആ ഒരു പ്രശ്നത്തിൽ വധിക്കപ്പെട്ടത്, ഹാജിമാര്. അന്ന് സൗദിയും ഇറാനും തമ്മിലുണ്ടായ ഒരു നയതന്ത്രപരമായ ഒരു വിള്ളൽ ഉണ്ടായിരുന്നു. ആ കാരണത്താൽ അവർക്ക് ഒരു നിശ്ചിത സമയത്ത് ഹജ്ജ് വിസ അനുവദിച്ചിട്ടില്ല. അത് രാഷ്ട്രീയ കാരണം, അവർ ഈ ഒരു പ്രശ്നത്തല്ല. പക്ഷെ അതിനുശേഷം, അതിനു മുമ്പും ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഷിയാക്കൾ അടക്കം ഹറമിലേക്ക്, വിശുദ്ധ മക്കയിലേക്ക് അവർ ഹജ്ജിന് വേണ്ടി എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അപ്പൊ മുസ്ലിം ലോകത്തെ ഏകോപിപ്പിക്കുന്ന, ഇത് വേറൊന്നുമില്ല, അള്ളാഹുവിന്റെ ഭവനമല്ലാതെ. ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫ്ത ബൈന, അള്ളാഹു പറഞ്ഞില്ലേ, നീ ഈ ഭൂമിയിലെ ഏതെല്ലാം ആശയം അണിനിരത്തിയാലും, ഏതെല്ലാം നീ ചെലവഴിച്ചാലും അവരെ ഏകോപിപ്പിക്കാൻ, അവരുടെ ഹൃദയങ്ങളെ കൂട്ടിയിണക്കാൻ നിനക്ക് കഴിയുമായിരുന്നില്ല നബിയെ. വലാകിന്ന അല്ലാഹ അല്ലഫ ബൈനകും, അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ കൂട്ടിയിണക്കി. നീ അള്ളാഹുവിനെ മുൻനിർത്തി മാത്രമേ നിനക്ക് അവരെ ഏകോപിപ്പിക്കാൻ കഴിയൂ. ഇത് ഖുർആൻ പറഞ്ഞതാ. അപ്പൊ അള്ളാഹുവിന്റെ ഭവനം, ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, ആ വിശുദ്ധ മന്ദിരത്തിന്റെ നാഥനെ, റബ്ബുൽ കഅബ, കഅബയുടെ നാഥൻ അള്ളാഹുവിനെ മുൻനിർത്തി. അപ്പൊ നിനക്ക് അവരെ ഏകോപിപ്പിക്കാൻ, അവരെ ഒന്നിപ്പിക്കാൻ അതിലൂടെ മാത്രമേ കഴിയൂ എന്ന ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഒരുപാട് മുഫസ്സിറുകൾ ഹജ്ജിനെ ബന്ധപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ വിളിയാണ് ഹജ്ജ്. ആയാത്തുൽ വഹ്ദ അൽ ഇസ്ലാമിയ, ഇസ്ലാമിക ഉമ്മത്തിന്റെ ഐക്യത്തിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം ഹജ്ജാണ്. ഹജ്ജ് പോലെ അവരെ ഏകോപിപ്പിക്കാൻ, അവരെ ഒന്നിപ്പിക്കാൻ ദുനിയാവിൽ വേറൊന്നിന് കഴിയില്ല. കാരണം ഹജ്ജിന്റെ ചരിത്രം അങ്ങനെയാണ് രൂപപ്പെട്ടതും അതിന്റെ അനുഷ്ഠാനങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടതും തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിന്റെ ഓർമ്മയിൽ നിന്നുകൊണ്ട് ഈ ആദർശ സൊസൈറ്റി അത് നിർവഹിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരൊറ്റ ഖുർആൻ. ചില ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്, ഷിയാക്കൾക്ക് വേറെ ഖുർആനാണ്. അത് വെറും തെറ്റിദ്ധാരണയാണ്. ഞാൻ ഈ കൊച്ചിയിൽ വെച്ചൊരു ഇറാൻ പണ്ഡിതന്റെ അടുത്ത്, നിങ്ങളുടെ കയ്യിൽ ഖുർആൻ എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഈ എറണാകുളത്ത് ഒരിക്കൽ ഒരു സക്കലൈൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഷിയ സുന്നി ഐക്യത്തെ പറ്റി ഒരു ചർച്ച നടന്നു. അപ്പൊ ആ ചർച്ചയിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രതിനിധിയായി ഞാനാണ് പോയത്. അന്ന് MLA ആയിരുന്ന അഹമ്മദ് കബീർ സാഹിബ് ഉൾപ്പെടുന്ന ഒരു നിരയുണ്ട്. ഇന്നും ആ ഫോട്ടോ വെച്ച് എന്നെ പലരും വേട്ടയാടുന്നുണ്ട്, ഷിയാചാരൻ എന്ന് പറഞ്ഞു. അന്ന് ഇറാനിൽ നിന്നൊരു 4-5 പണ്ഡിതന്മാർ വന്നിരുന്നു. അപ്പൊ ഞാൻ ഈ കേട്ടറിവുണ്ടല്ലോ, ഇവരുടെ ഖുർആൻ വേറെയാണ്. അപ്പൊ അന്ന് ഞാൻ അവരിൽ ഒരാളോട് സ്വകാര്യമായി, കയ്യിൽ ഖുർആൻ ഉണ്ടോ നിങ്ങളുടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ട്, അത് ഇത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് കാണിച്ചു തന്നതാണ്.
ഞാൻ നോക്കുമ്പോൾ നമ്മുടെ അതേ ഖുർആൻ. എൻ്റെ വിഷയം ഇപ്പോൾ അതല്ല. പക്ഷേ ഈ ബൈബിൾ അങ്ങനെയല്ല. നിങ്ങൾ നോക്ക്, ബൈബിള് പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ എന്ന് വേറൊരു ബൈബിളാണ്, കത്തോലിക്ക ബൈബിൾ എന്ന് രണ്ട് ബൈബിളുണ്ട്. കത്തോലിക്ക ബൈബിൾ അധ്യായങ്ങളുടെ എണ്ണം കൂടുതലാണ്, പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ അധ്യായങ്ങളുടെ എണ്ണം കുറവാണ്. ഉള്ളടക്കം തന്നെ വ്യത്യാസമുണ്ട്. പക്ഷെ ഷിയാക്കളുടെ കയ്യിലുള്ള ഖുർആനും സുന്നികളുടെ കയ്യിലുള്ള ഖുർആൻ നോക്കിയാലും 114 അധ്യായങ്ങൾ, 6226 ആയത്ത്, ഒരു വ്യത്യാസമില്ല. അപ്പൊ ഈ ഉമ്മത്തിന് ഒന്നിക്കാൻ കഴിയുന്ന ഒരുപാട് ഉണ്ട് അടയാളങ്ങൾ, ഷിആറുകൾ, അടിസ്ഥാന തത്വങ്ങൾ. ഒരേ അള്ളാഹുൽ വിശ്വസിക്കുന്ന, ഒരേ പ്രവാചകനിൽ വിശ്വസിക്കുന്ന, ഒരേ ഖുർആനിൽ വിശ്വസിക്കുന്ന, ഒരേ കിബിലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്ന, ഒരേ കിബിലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്ന ഈ ഉമ്മത്തിന് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അവർ ഒന്ന് മനസ്സ് വച്ചാൽ ഈ ഉമ്മത്തിന് ഐക്യപ്പെടാം. പ്രശ്നം എന്താ പറയുക? കിബില മാറുക, മനസ്സിന്റെ കിബില തെറ്റിപ്പോകുന്നു എന്നുള്ളതാണ്. കിബില തെറ്റുന്ന കാര്യത്തിൽ ഭയങ്കര ജാഗ്രതയാണ് നമുക്ക്. ഏത് കിബില നോക്കി ഞാൻ വേണ്ടെന്നല്ലട്ടോ പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോന്നറിയില്ല, കേരളത്തിൽ ഒരു കിബില വിവാദം ഉണ്ടായിട്ടുണ്ട്. ഉമ്മത്ത് മുസ്ലിമയെ ഏകോപിപ്പിക്കുന്ന ഒരു അടയാളമാണ് കിബില. പക്ഷെ കേരളത്തിൽ കിബില തന്നെ മുസ്ലിം സമൂഹത്തിലെ ഭിന്നിപ്പിന് കാരണമായൊരു ചരിത്രമുണ്ട്. ഈ 1910 കേരളത്തിൽ മലബാറിൽ നടന്നൊരു വിവാദമാണ് കിബില വിവാദം. പൊന്നാനി തങ്ങന്മാരുടെ നേതൃത്വത്തിലാണ് അന്ന് മുസ്ലിം കേരളം ആത്മീയമായി അവർ സഞ്ചരിച്ചിരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനായിരുന്നു ചാലിലകത്തെ കുഞ്ഞു മുഹമ്മദ് ഉസ്താദ്. അദ്ദേഹം കുറെ കൂടിയൊക്കെ ഒരു പിന്നെ ഗോളശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തി ഒക്കെ ചിന്തിച്ചൊരു പണ്ഡിതൻ കൂടിയായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ കീഴിൽ പഠിച്ച ഇവരൊക്കെ ഒരേ ധാരയിലായിരുന്നു. അങ്ങനെ ഇരിക്കാതെ ചാലിലകത്ത് കുഞ്ഞുമുഹമ്മദ് ഉസ്താദും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും വടക്കൻ കേരളത്തിലെ പല പള്ളികളുടെയും കിബില തെറ്റിയിരിക്കുകയാണ്. അവിടെ നിസ്കരിച്ച നിസ്കാരം ശരിയാകൂല എന്ന് പറഞ്ഞു. അവർ നോക്കിയപ്പോൾ അവരുടെ നിഗമനം അനുസരിച്ച് കിബില തെറ്റിയിരിക്കുന്നു. അപ്പോൾ ഈ പള്ളിയിൽ പോയി നിസ്കരിച്ച നിസ്കാരം ശരിയാകൂല എന്ന് ചാലിലകത്ത് കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ എന്ത് ചെയ്തു? ഫത്വ ഇറക്കി. ശിഷ്യന്മാർ അത് പ്രചരിപ്പിച്ചു. അപ്പൊ അദ്ദേഹം എന്ന് പറഞ്ഞാൽ സുന്നി സമൂഹത്തിൽ തന്നെ ഏറെ ആദരവുള്ള ഒരു വ്യക്തിയാണ്. ചാലിലകത്തെ ദർസ് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമാണ്. അപ്പൊ ഭയങ്കര വിവാദമായി. അപ്പൊ ഈ വിഷയത്തിൽ അവസാന വാക്ക് പറയാൻ വേണ്ടി പൊന്നാനി തങ്ങന്മാരുടെ അടുത്ത് പോയി. അപ്പൊ തർക്കം എന്താന്ന് നോക്കുമ്പോൾ എന്താ തർക്കം എന്നറിയാവോ? ഐനുൽ കിബിലയാണോ ജിഹത്തുൽ കിബിലയാണോ നോക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. ഐനുൽ കിബില എന്ന് പറഞ്ഞാൽ കിബിലയുടെ പൊസിഷൻ, ആ കിബില ഇരിക്കുന്ന, കഅബ ഇരിക്കുന്ന ആ ഡയറക്റ്റ് പൊസിഷൻ ഉണ്ടല്ലോ, ആ പൊസിഷൻ അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ടോ എന്നതാണ്. അതല്ല ഒരു തർക്കം. മറ്റൊന്ന്, കഅബയുള്ള ദിശയിലേക്ക് തിരിയുക. ആ കഅബ എവിടെയാണോ ആ ദിശയിലേക്ക് തിരിയുക, അതാണ് ജിഹത്തുൽ കഅബ എന്ന് പറയുന്നത്. അപ്പൊ ജിഹത്തുൽ കഅബ മതി, ഐനുൽ കിബില വേണ്ടതില്ല എന്ന് പൊന്നാനി തങ്ങന്മാര് ഫത്വ ഇറക്കി. അതോടുകൂടിയാണ് ശാന്തമായത് എന്നാണ് പറയുന്നത്. പക്ഷെ ചാലിലകത്ത് ഉസ്താദും കൂട്ടരൊക്കെ വീണ്ടും അവരുടെ വാദവുമായി മുന്നോട്ട് പോയി. നമ്മളൊക്കെ ജീവിക്കുന്ന കാലത്ത് പുതിയ വിവാദങ്ങൾ ഇല്ലാതിരിക്കട്ടെ. ഏതാണെങ്കിലും ഈ ഉമ്മത്ത് എവിടെയായിരിക്കുമ്പോഴും ഐനുൽ കിബിലയാണോ ജിഹത്തുൽ കിബിലയാണോ, നമ്മളൊക്കെ തിരിയുന്നത് ആ മന്ദിരത്തിന്റെ നേരെയാണ്. നമ്മളെ ഏകോപിപ്പിക്കുന്ന ഒരു കണ്ണിയാണ്. മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്ക് മറക്കാൻ പറ്റുന്നൊരു മണ്ണാണ് ഹറമും വിശുദ്ധ ഹജ്ജുമായി ബന്ധപ്പെട്ട അമലുകളും. മുസ്ലിം യൂണിറ്റിയുടെ ഒരു സിമ്പലായി യഥാർത്ഥത്തിൽ പ്രവാചകന്റെ കാലത്തും അതിനുശേഷവും ഹജ്ജ് നിർവഹിച്ചൊരു ദൗത്യമുണ്ട്. ഹജ്ജിനൊരു ഇമാമ് വേണം, ഇമാമുൽ ഹജ്ജ് അല്ലെങ്കിൽ അമീറുൽ ഹജ്ജ് എന്ന് പറയും. ഇസ്ലാമിലെ നിസ്കാരത്തിന് ഇമാമ് വേണം, ഇമാമിൻ്റെ നേതൃത്വത്തിലാണ് നിസ്കരിക്കേണ്ടത്. ഹജ്ജിനും അമീറുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 10 നബിയുടെ ഹജ്ജ് നടക്കുന്നത്. ഹിജ്റ 9 ആദ്യത്തെ ഹജ്ജ് നടന്നു എന്ന് പറഞ്ഞാൽ മക്കം ഫതഹിന് ശേഷം നടന്ന ആദ്യത്തെ ഹജ്ജ്. ആ ഹജ്ജിൽ നബി പങ്കെടുത്തില്ല. പക്ഷെ അമീറുൽ ഹജ്ജായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ ചുമതലപ്പെടുത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലാണ് ആദ്യത്തെ ഹജ്ജ് നടക്കുന്നത്. രണ്ടാമത്തെ ഹജ്ജിലാണ് പ്രവാചകന്റെ നേതൃത്വത്തിൽ ഹജ്ജ് അത് സമ്പൂർണ്ണമാകുന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുന്നത് അദ്ദേഹം ഖലീഫയായിരുന്ന എല്ലാ വർഷവും അദ്ദേഹം ഹജ്ജിന് പോകും. ഹജ്ജ് ചെയ്യാനുള്ള കൊതി കൊണ്ടല്ല, പിന്നെന്തിനാണെന്നറിയാവോ? മുസ്ലിം ലോകത്തോടുള്ള അദ്ദേഹത്തിന്റെ നയപ്രഖ്യാപനമാണ്. ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ പോളിസി പ്രഖ്യാപിക്കുന്ന മുസ്ലിം ലോകത്തിന്റെ വാർഷിക സമ്മേളനമാണ്. മുസ്ലിങ്ങളോട് പറയാനുള്ളത് അവരുടെ ഭരണാധികാരിക്ക് പറയാനുള്ള ഒരു വേദിയാണത്. എന്തൊരു അഭിമാനകരമായ ഒരു അവസ്ഥയാണത്. സത്യത്തിൽ ആ അർത്ഥത്തിൽ ഇന്നത്തെ ഹജ്ജ് ഒന്ന് രൂപപ്പെട്ടാൽ ഒരുപക്ഷേ അങ്ങനെ പറയാൻ ഇന്ന് ധൈര്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ 87 ഈ പ്രശ്നം പോലും ഉണ്ടാകില്ലായിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജ്ജ് സീസണിൽ റോമ നടത്തുന്ന കുടില തന്ത്രങ്ങൾക്കെതിരെ ഖുത്ബ നടത്തുന്നുണ്ട്. മുസ്ലിം ലോകത്തിന്റെ കെട്ടുറപ്പിനെ പറ്റി പറയുന്നുണ്ട്. മുസ്ലിം ലോകം വേദന അനുഭവിക്കുന്ന ഈ ഘട്ടത്തിൽ ഹറമിന്റെ ആളുകൾ നിർവഹിക്കേണ്ട ഒരു ദൗത്യമുണ്ട്. മുസ്ലിം ലോകത്തിന്റെ ശത്രുവിനെതിരെ ഹജ്ജിന്റെ ഇമാമ് നിലപാടെടുക്കണം. മുസ്ലിങ്ങളെ ഒന്നിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയണം. അറഫ പ്രസംഗം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ആത്മീയ ഇതിന്റെ ഭാഗമല്ലത്. അത് മാത്രമല്ലത്. പ്രവാചകന്റെ ഹജ്ജത്തുൽ വിദാ നമ്മൾ പഠിച്ചാൽ സിദ്ദീഖുൽ അക്ബർ നമുക്കറിയാലോ, സൂറത്ത് തൗബ ഇറങ്ങിയത് തന്നെ ദുൽഹജ്ജ് 9 ഹജ്ജില. ദുൽഹജ്ജ് ഹിജ്റ 9 വർഷത്തിലെ ആ ഹജ്ജിലാണ്. ഖുറൈശികളുമായുള്ള കരാറിൽ നിന്ന് ബറാഅത്തു മിനല്ലാഹി വ റസൂലിഹി എന്ന് പറഞ്ഞുകൊണ്ട് വിമുക്തി പ്രഖ്യാപനം നടത്തുന്നത്, പ്രവാചകന്റെ മനുഷ്യാവകാശ പ്രസംഗം നടക്കുന്നത്, പിന്നീട് സിദ്ദീഖുൽ അക്ബർ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ ഹജ്ജ് എന്ന് പറയുന്നത് മുസ്ലിം ലോകത്തിന്റെ ഒരു എല്ലാ അർത്ഥത്തിലുമുള്ള ദാഹം തീർത്തിരുന്ന ഒരു സമ്മേളനമാണ്. ഹജ്ജ് അതിന്റെ ആത്മാവ് വീണ്ടെടുത്താൽ ഈ ഉമ്മത്ത് രക്ഷപ്പെടും. അതിന് ഈ ഉമ്മത്തിന് നല്ലൊരു ഇമാമ് വേണം, ഒരു നല്ല അമീർ. എൻ്റെ അറിവിൽ അങ്ങനെ ഒരു അമീർ ഇല്ലാത്തിടത്തോളം ഹജ്ജിന് പിന്നെ പോകേണ്ടതില്ല എന്ന് നിലപാടെടുക്കുന്നവരും മുസ്ലിം കൂട്ടത്തിൽ മുസ്ലിങ്ങളിൽ ചിലരെങ്കിലും ഉണ്ട്. അത്രയും തീവ്രമായി നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. ഇസ്തിലാഹിയായി നോക്കുമ്പോൾ പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ടെങ്കിലും ഒരു ഏക നേതൃത്വം ഇല്ലാതെ ഹജ്ജ് ശരിയാവില്ല എന്ന് പറയുന്ന, സത്യത്തിൽ ഒരു ഏക നേതൃത്വത്തിന്റെ കീഴിൽ നടക്കേണ്ട ഒരു അമലാണ് ഹജ്ജ്. അത് ഇന്നതില്ല എന്നുള്ളത് നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സ്വപ്നമാണ്. ഈ ഉമ്മത്തിന്റെ ഒരു പരിച്ഛേദനമാണ് യഥാർത്ഥത്തിൽ ഒരു 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 ചിത്രമാണ് വിശുദ്ധ മക്കയിൽ നടക്കുന്ന സംഗമം. ഈ ഉമ്മത്തിനെ ഏകോപിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ അർത്ഥത്തിൽ നമ്മളിപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനോഭാവത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഹജ്ജിന് നമ്മൾ പോകുമ്പോൾ, ഹജ്ജിനെ നമ്മൾ കാണുമ്പോൾ മുസ്ലിം ഐക്യം അല്ലെങ്കിൽ സാഹോദര്യം, ഏകത എന്ന് പറയുന്ന ഒരു സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയേണ്ടതുണ്ട്. ഒരൊറ്റ ശബ്ദത്തിൽ തങ്ങളുടെ പിതാവിൻ്റെ ഓർമ്മകൾ പേറി തങ്ങളുടെ പ്രഖ്യാപിതമായ ശത്രുവിനെതിരെ അവർ ഒന്നിച്ച് അവർ ഒറ്റ സഫായി കാന്നഹും ബുനിയാനും മർസൂസ്. അറഫ നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. ഈ ഉമ്മത്തിൻ്റെ യൂണിറ്റിയുടെ അതിമനോഹരമായൊരു കാഴ്ചയാണ്. അള്ളാഹുവിൻ്റെ സൈന്യമാണ്, ധർമ്മപ്പടയാണത്. ഈ ധർമ്മ മുന്നണി അതിൻ്റെ ദൗത്യം തിരിച്ചറിഞ്ഞാൽ ലോകം രക്ഷപ്പെടും. ആ അർത്ഥത്തിൽ ഹജ്ജ് യാഥാർത്ഥ്യമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഉമ്മത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി നമുക്ക് നിലകൊള്ളാം. ഞാനൊരു ചരിത്രം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ടുണ്ടായിട്ട് ഇനിയും ഉണ്ടാകാം. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തീർത്തിട്ട് ഐക്യം ഉണ്ടായാൽ മതിയോ?
ഇതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ നമുക്ക് ഐക്യം പറ്റാവുന്ന, യോജിക്കേണ്ട ഇടങ്ങളിൽ യോജിക്കാൻ പറ്റുന്ന സാധ്യതയാണ്. രണ്ടും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ഈ ഉമ്മത്തിനെ നിർണായക ഘട്ടത്തിൽ ഒന്നിക്കാൻ കഴിയും എന്നതിൻ്റെ ഒരൊറ്റ ഉദാഹരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. അലി റളിയല്ലാഹുവിനും മുആവിയ റളിയല്ലാഹുവിനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം നമുക്കറിയാം. അവർ തമ്മിൽ നടന്ന യുദ്ധമാണ് സിഫീൻ യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾ രണ്ട് ചേരിയായി നിന്ന യുദ്ധമാണത്. സഹാബത്ത് അടക്കം രണ്ട് ചേരിയിലുണ്ട്. കൂടുതൽ അലി റളിയല്ലാഹുവിന്റെ കൂടെയാണെങ്കിലും മുആവിയയുടെ പക്ഷത്ത് കുറെ സഹാബിമാരുണ്ട്. തെറ്റിദ്ധരിച്ച് അവരും കൂടിയിട്ടുണ്ട് അപ്പുറത്ത്. അങ്ങനെ അവർ തമ്മിൽ യുദ്ധം നടക്കുന്നൊരു സമയം, മുസ്ലിം സൈന്യം സമൂഹം രണ്ടായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അന്ന് റോമാ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി ഹിർക്കൽ അവസരം മുതലെടുക്കാൻ ഉദ്ദേശിച്ചു. മുആവിയക്കൊരു കത്ത് എഴുതി. ഹിർക്കലിന്റെ കത്ത് മുആവിയക്ക്. എന്താണ് ആ കത്തിന്റെ ഉള്ളടക്കം? വലക്കത് അലിംതു മാക്കാന ബൈനക വ ബൈന അലിയിൻ മിൻ ഖിലാഫ്. അല്ലയോ മുആവിയ, താങ്കൾക്കും അലിക്കും ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു താങ്കളാണ് ഖിലാഫത്ത് അഥവാ മുസ്ലിം നേതൃത്വത്തിന്റെ ആ സ്ഥാനത്ത് വരേണ്ടത്. താങ്കളാണ് ഖലീഫയാകാൻ യോഗ്യൻ, അലി അല്ല. ഈ യുദ്ധത്തിൽ, അലിയുമായുള്ള ഈ പോരാട്ടത്തിൽ ഞാൻ താങ്കളെ സഹായിക്കാം. ലൗ അറത്ത അർസൽതു ഇലൈക ജയ്ഷൻ ബവാഹൻ. താങ്കൾ ഒന്ന് ആവശ്യപ്പെട്ടാൽ ഒരു വലിയ സൈന്യത്തെ ഞാൻ താങ്കളുടെ അടുത്തേക്ക് താങ്കളെ സഹായിക്കാൻ അയക്കാം. ആ സൈന്യത്തിന്റെ വലിപ്പം താങ്കൾക്ക് ഊഹിക്കാൻ, റോമാ സാമ്രാജ്യത്തിന്റെ വലിയ സൈന്യത്തെ താങ്കളെ സഹായിക്കാൻ ഞാൻ അയക്കാം. അലിയിൻ മുക്കബ്ബലം ബൈനൽ അഗ്ലാൽ. അലിയെ ചങ്ങലയിൽ ബന്ധിച്ച് താങ്കളുടെ മുമ്പിൽ കൊണ്ടുവന്നു തരും എൻ്റെ സൈന്യം അലിയെ പിടിച്ചു കെട്ടി അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവരും. താങ്കളൊന്ന് ആവശ്യപ്പെട്ടാൽ മതി. ഈ കത്ത് കിട്ടിയ മുആവിയ എന്താ ചെയ്തതെന്നറിയോ? ആ കത്ത് വലിച്ചു കീറി എന്നാണ്. എന്നിട്ട് അടുത്ത ഒരു കത്ത് അദ്ദേഹം തയ്യാറാക്കി. മിൻ മുആവിയ ഇലാ മലിക് ഹിർക്കൽ. മുആവിയയിൽ നിന്ന് ഹിർക്കൽ രാജാവിനുള്ള സന്ദേശം. അന അലിയു വ അലിയുൻ അഖവ. ഞാനും അലിയും തമ്മിൽ സഹോദരങ്ങളാണ്. ഫമാ ബാലുക യാ ഹിർക്കൽ. ഞങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിൽ നിനക്കെന്ത് കാര്യം? കുല്ലു വാഹിദും മിന്ന. ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു ഞാനാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന്. അത് ഞങ്ങളുടെ തമ്മിലുള്ള പ്രശ്നം. നിനക്കിതിൽ എന്ത് കാര്യം? ഫക്തഫി. അവസാനിപ്പിച്ചോളൂ. ഞങ്ങൾക്കിടയിലെ ഈ ഭിന്നിപ്പിൽ കയറാമെന്ന് വിചാരിക്കേണ്ടതില്ല. നീ ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഒരു വലിയ സൈന്യം നിന്റെ രാജ്യത്തേക്ക് വരും. ആ സൈന്യത്തിന്റെ മുമ്പിൽ അലി ഉണ്ടാകും. അലിയുടെ തൊട്ട് പുറകിൽ ഞാനുണ്ടാകും ഒരു ഭടനായി. നിന്റെ തല എൻ്റെ സഹോദരൻ അലിക്ക് വേണ്ടി ഞാൻ എടുക്കും. അലിക്ക് ഞാൻ കാഴ്ചവെക്കും. ഞങ്ങളുടെ ഭിന്നിപ്പിനെ നീ മുതലെടുക്കേണ്ടതില്ല എന്ന് ഹിർക്കലിന് മുആവിയ മറുപടി കൊടുത്തു എന്നുള്ളതാണ്. ഇതൊരു ചരിത്രമാണ്. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് മുസ്ലിം സൈന്യം റോമാ സാമ്രാജ്യവുമായി ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു നദിയുടെ തീരത്താണ് രണ്ട് സൈന്യവും തമ്പടിച്ച് നിൽക്കുന്നത്. മുസ്ലിം സൈന്യത്തിലെ ഒരു അംഗത്തിന്റെ, ഒരു മുസ്ലിം സൈനികന്റെ വെള്ളമെടുക്കുന്ന തോൽപാത്രം നദിയിൽ വീണു. അപ്പൊ ആ മുസ്ലിം സൈനികൻ എന്റെ തോൽപാത്രം എന്ന് പറഞ്ഞ് വെള്ളത്തിലേക്ക്, നദിയിലേക്ക് എടുത്ത് ചാടി. ഇത് കേട്ടതോടുകൂടി കൂടെയുള്ള സൈനികരൊക്കെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി ആ തോൽപാത്രം എടുത്തു കൊണ്ടുവന്നു. അപ്പൊ ഇത് കണ്ടിട്ട് ഹിർക്കലിന്റെ സൈന്യം പറയാണ്, ഇതെന്തൊരു സംഘമാണ്. അവരുടെ കൂട്ടത്തിൽ ഒരാളുടെ തോൽപാത്രം പോയപ്പോഴേക്കും അവർ കാണിക്കുന്ന ജാഗ്രത കണ്ടോ. അവരുടെ കൂട്ടത്തിൽ ഒരാളുടെ തലയെങ്ങാനും പോയാൽ ഇവരെന്തായിരിക്കും പിന്നെ? ഇവരോട് ഏറ്റുമുട്ടിയാൽ നമുക്ക് ജയിക്കാനാവില്ല. അവർ വിലയിരുത്തി എന്നാണ്. ഇത് ചരിത്രമാണ്. ഇന്നാണെങ്കിലോ, ഇന്ന് വെള്ളത്തിലേക്കെങ്ങും പോയി കഴിഞ്ഞാൽ എടുക്കാനെന്ന ഭാവത്തിൽ ഇറങ്ങി ഒന്നുകൂടി ചവിട്ടി താഴ്ത്താനായിരിക്കും ശ്രമിക്കുക. കൂടെയുള്ളവന് ചൂണ്ടിക്കാണിച്ച് കൊടുക്കുന്ന പരിപാടിയാണല്ലോ ഇപ്പോൾ ഇവിടെയൊക്കെ നടക്കുന്നത്. ചരിത്രമറിയാത്തത് കൊണ്ടാണ്. ഹജ്ജിന്റെ ഇസ്ലാമിക ചരിത്രത്തിന്റെ ആത്മാവ് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ്. ഹജ്ജും ഐക്യവും എന്ന് പറയുന്നത് ഒരു വിശാല വിഷയമൊന്നല്ല. ഐക്യം എന്ന് പറയുന്നത് ഒരു വിശാല വിഷയമാണ്. ഞാൻ ചില ചിന്തകൾ, ചിതറിയ ചില ആശയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇട്ട് തരികയായിരുന്നു. എനിക്ക് പറയാനുള്ളത്,
നമുക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയും നമുക്ക് ഇറക്കി വെക്കാൻ നമുക്ക് പറ്റും. ഹറമിൽ ഞാൻ പറഞ്ഞില്ലേ 4 മദ്ഹബിനനുസരിച്ച് നടന്ന നിസ്കാരം, അതേ ഹറമിൽ 20 റക്അത്ത് പിന്നെ 3 റക്അത്ത് വിത്തർ നിസ്കരിക്കുകയാണ്. നമ്മളത് ഉൾക്കൊള്ളുന്നില്ലേ? ഹറമിലേക്ക് പോകുമ്പോൾ മദ്ഹബി അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെക്കുന്നു. ഷാഫികൾ ഹനഫി മദ്ഹബിലേക്ക് കടന്നു. കാരണം ഷാഫി മദ്ഹബ് അനുസരിച്ച് ഹജ്ജ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്യാൻ ചിലപ്പോൾ സ്ത്രീയെ തൊട്ടാൽ ഒതു മുറിയും എന്ന അഭിപ്രായം ഷാഫി മദ്ഹബിനുണ്ട്. അതിന്റെ ശരിയും ശരികേടിലേക്ക് ഞാൻ ഇപ്പൊ കിടക്കുന്നില്ല. സ്ത്രീയെ തൊട്ടാൽ ഒതു മുറിയും എന്ന് പറയുന്ന അഭിപ്രായം ഷാഫി ഇമാമിനുണ്ട്. ഷാഫി മദ്ഹബിലും അഭിപ്രായം ശക്തമാണ്. അങ്ങനെ വരുമ്പോൾ തവാഫിനിടയിലോ സഅയിനിടയിലോ ഏതെങ്കിലും ഒരു സ്ത്രീ അറിയാതെ തൊട്ടിരിക്കും. അപ്പോൾ ഒതു എടുക്കാനേ നേരം ഉണ്ടാവുള്ളൂ, തവാഫ് പൂർത്തിയാക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടുന്ന് പോകുന്നവരോട് അമീറുൽ ഹജ്ജ് കൊടുക്കുന്ന നിർദ്ദേശം, ഞാനടക്കം ഉസ്താദന്മാരെല്ലാവരും സംഘടനാ ഭേദം എന്നെ പറയാറുണ്ട്, ഹറമിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഹനഫി മദ്ഹബ് ഫോളോ ചെയ്തോളൂ. അവിടെ ഹനഫി മദ്ഹബ്, ഹനഫി ഇമാമിന്റെ അഭിപ്രായത്തിൽ സ്ത്രീയെ അറിയാതെ തൊട്ടാൽ ഒതു മുറിയില്ല, ഉദ്ദേശപൂർവ്വം തൊട്ടാലേ മുറിയുള്ളൂ, അല്ലാതെ ഒതു മുറിയില്ല. ആ അഭിപ്രായം നിങ്ങൾ എടുത്തു. അപ്പോൾ ഉമ്മത്തിലെ ഇമാമുകൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസം ഹൈറാണ്. ആ ഇജ്തിഹാദ് ഹൈറാണ്. ഒരു ഇമാമ് പറഞ്ഞു മുറിയും, വേറെ ഇമാമ് പറയും മുറിയില്ല. അതെങ്ങനെ ഹൈറായി? തെളിവാണ് ഹജ്ജ്. അപ്പോൾ ഒന്ന് മനസ്സിന്റെ കിബിലൊന്ന് മാറ്റിയാൽ നമുക്കാകാം. ഒരു ഇമാമിനെ ഫോളോ ചെയ്യുക. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട്, ഇമാം മൻ സൊല്ലാ സൊലാത്തന വസ്തഖബല കിബിലത്തന, നമ്മുടെ പിന്നിൽ നമസ്കരിക്കുന്നവരാരോ, നമ്മുടെ നിസ്കാരം നിസ്കരിക്കുന്നവരാരോ, കിബിലയെ നമ്മുടെ കിബിലയെ എടുത്തവരാരോ, അവരൊക്കെ മുസ്ലിങ്ങളാണ്. അപ്പൊ നമ്മൾ കൂട്ടിയിണക്കുന്ന ഒരുപാട് കണ്ണികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഐക്യത്തിന്റെ ഈ സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് അതിനുള്ള തൗഫീക്ക് ഉദവി അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.